ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും ₹1 മാത്രം ചിലവാക്കിയാൽ മതിയാകുന്ന കിടിലൻ 2 ടിപ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ കത്രിക നമ്മൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് മൂർച്ചയേ കാണത്തില്ല. അപ്പം നമ്മൾ കണ്ട ഇപ്പം കവറൊക്കെ ഇതുപോലെ കട്ട് ചെയ്യുന്ന നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ നോക്കിയാലും മൂർച്ച കാണില്ല. കണ്ട മൂർച്ച വരത്തില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ടാവണമല്ലോ, അത് നല്ലതായിട്ട് അത് കട്ടാവണില്ല. അപ്പം നമ്മളിതിന് ചെയ്യാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മുടെ വീട്ടിൽ സൂചി കാണുമല്ലോ, തയ്ക്കുന്ന സൂചി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മൊട്ട് സൂചി ആയാലും മതി. അപ്പം മൊട്ട് സൂചി ഇങ്ങനെ എടുത്ത ശേഷം അല്ലെങ്കിൽ തയ്യൽ സൂചി എടുത്ത ശേഷം നമ്മൾ ഈ കത്രിക ഇതിലോട്ട് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇവിടെ ഒന്ന് ടൈറ്റായി പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇതിലിട്ട് ഇങ്ങനെ ഓടിക്കണം. ഇങ്ങനെ ഓടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഷാർപ്പാവും. ഇത് ഒന്ന് ബലം, നമ്മൾ സാധാരണ തുണി വെട്ടുന്ന ആ ഒരു പ്രഷർ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആക്കിയ ശേഷം ഒരു 4-5 വട്ടം ഇങ്ങനെ ആക്കിയ ശേഷം ഒട്ടും മൂർച്ചയില്ലെങ്കിൽ ഒരു 10 വട്ടമെങ്കിലും ആക്കേണ്ടി വരും. കട്ട് ചെയ്ത് കൊടുത്ത് നോക്കി, ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് തുണിയും നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ ശേഷം എപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റൗവും നല്ല അഴുക്കായി കിടക്കാറുണ്ട്. എല്ലാ വീട്ടിലും അത് ഉള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ പലതും വെച്ചും ക്ലീൻ ചെയ്യാൻ പോകും. സോപ്പ് പൊടിയും സബീനയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതൊന്നും കാണത്തില്ല, അത്യാവശ്യത്തിനൊരു ലിക്വിഡ് അങ്ങനെ ഒന്നും കാണത്തില്ല. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഷാമ്പു. ₹1 ക്ലിനിക് പ്ലസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഷാമ്പൂവിൻ്റെ താണ്ട് ഇതുപോലെ കുറച്ചൊന്ന് ഈ ടോപ്പിൽ കുറച്ച് മതി. നമ്മൾ എല്ലാ ലിക്വിഡ് എടുക്കുന്നതിനേക്കാളും വളരെ കുറച്ച് മതി ഷാമ്പു ആകുമ്പോഴത്തേക്കും. എടുത്ത ശേഷം നിങ്ങൾ പാത്രം കഴുകുന്ന പോലത്തെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല പതയും ചെയ്യും, അഴുക്കും പോവും, നല്ലൊരു മണവുമായിരിക്കും. ഇത് വെച്ച് തന്നെ സുഖമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വേറെ ഒന്നും തപ്പി പോവേണ്ട കാര്യവും വലിയ വില കൊടുത്ത് ഇതിന്റെ ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ വാങ്ങിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ഇത് തന്നെ ഇപ്പൊ ഇതിന്റെ എങ്ങനെയൊക്കെ ഇളക്കിയെടുക്കുന്നതൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാം. ഇവിടെ ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ഇവിടെ എല്ലാം നമുക്ക് ഇത് വെച്ച് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. സ്റ്റീലിന്റെ സ്ക്രബ്ബറിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതിയാകും. അപ്പൊ നിങ്ങളെ എല്ലാവരും ഒരു ₹5 ഇതുപോലത്തെ ₹1 ഷാമ്പു പാക്കറ്റ് വാങ്ങിച്ച് അടുക്കളയിൽ തന്നെ ഒന്നങ്ങ് മാറ്റി വെച്ചിക്കണം. എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഇത് വെച്ച് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യണം. കാരണം ഷാമ്പു കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാൻ കാരണം ഷാമ്പു നല്ല മണമാണല്ലോ. അപ്പൊ നമ്മൾ ഈ മീനൊക്കെ വറക്കുന്നതും എണ്ണ വീഴുന്നതും ഒക്കെ ഇതിലാണ്. അപ്പം എങ്ങനെ പോയാലും അടുക്കളയിൽ ആ ഒരു സ്മെല്ല് നിൽക്കും. ഇതാകുമ്പോഴത്തേക്ക് വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് ഒന്ന് പിഴിഞ്ഞ് ഇതിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ലൊരു മണവും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കള്ളം പറയുന്നതല്ല ഇത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ആക്കി ഇട്ടിരിക്കണേ. But thanks for watching.